നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിൽ 1200 കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസം 1 തീയതി മുതൽ 30 വരെയുള്ള 30 ദിവസത്തെ, അതായത് 2024 നവംബർ 16 മുതൽ ഡിസംബർ 15 വരെയുള്ള ഒരു മാസക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും രാശിഫലം ആണ് ഇവിടെ പറയുന്നത്. ഓരോ രാശിക്കാർക്കും വന്നു ചേരാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശുഭഫലങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 12 കൂറുകാരുടെയും വിശദമായ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 27 നക്ഷത്രക്കാരുടെയും, അതായത് 12 രാശിക്കാരുടെയും പൊതുഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. പൊതുഫലങ്ങൾ എന്ന് പറയുമ്പോൾ വിശദമായ വിശകലനം ജാതകം നോക്കിയിട്ടേ പറ്റൂ. ഇവിടെ പൊതുവായ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം നമുക്ക് രാശിഫലത്തിലേക്ക് ഒന്ന് കടക്കാം. രാശി ആദ്യം നമുക്ക് മനസ്സിലാകണം. അതായത് വൃശ്ചിക സംക്രമം എന്ന് പറയുന്നത്, അതായത് സൂര്യൻ തുലാരാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് സംക്രമിക്കുന്നത് 16/11/2024 രാവിലെ 7:33 കാർത്തിക നക്ഷത്രം 2-ാം പാദത്തിൽ ഇടവക്കൂറിലാണ് വൃശ്ചിക രവി സംക്രമം. വൃശ്ചിക രവി സംക്രമം, അതായത് തുലാക്കൂറിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് സൂര്യൻ്റെ മാറ്റം. അപ്പം വൃശ്ചിക മാസം തുടങ്ങുന്നത് സൂര്യൻ വൃശ്ചിക രാശിയിൽ വരുമ്പോഴാണ്. പ്രധാനമായും നമ്മൾ 12 കൂറുകാരുടെയും രാശിഫലങ്ങൾ പറയുമ്പോൾ പ്രധാനമായും സൂര്യനെയും വ്യാഴത്തെയും ശനിയെയും ആശ്രയിച്ചിട്ടാണ് നമ്മൾ കൂടുതലായും കാര്യങ്ങൾ പറയുക. കാരണം ചൊവ്വ, അതുപോലെ ബുധൻ, ശുക്രനൊക്കെ വളരെ കുറഞ്ഞ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ ഇവയൊക്കെ കുറഞ്ഞ സഞ്ചാരക്രമം ഉള്ളതായതുകൊണ്ട് അത് നമ്മൾ അത്ര കാര്യമായി പരിഗണിക്കാറില്ല. എന്നിരുന്നാലും ചന്ദ്രൻ തുടങ്ങുന്നത്, അതായത് വൃശ്ചിക മാസം ആരംഭിക്കുന്നത് ചന്ദ്രൻ അതിൻ്റെ ഉച്ചരാശിയായ ഇടവൻ രാശിയിൽ നിൽക്കുമ്പോഴാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിലാണ് വൃശ്ചിക രവി സംക്രമം വന്നിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനം പറയുമ്പോൾ സൂര്യൻ വൃശ്ചിക രാശിയിൽ, ചന്ദ്രൻ ഋഷഭരാശി അതായത് ഇടവൻ രാശിയിൽ, ചൊവ്വ കർക്കിടകം രാശിയിൽ, അതുപോലെ തന്നെ ബുധൻ വൃശ്ചികത്തിലും ധനുവിലുമായിട്ട് വരും, ശുക്രൻ ധനുവിലും മകരത്തിലുമായിട്ട് വരും, ശനിയുടെ ക്ഷേത്രമായ കുംഭൻ രാശിയിൽ വരും, വ്യാഴം ഇടവൻ രാശിയിൽ വരുന്നു, രാഹുവാണെങ്കിൽ മീനൻ രാശിയിലും, കേതു കന്നി രാശിയിലുമായിട്ടാണ് രാശിചക്രത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരം. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കും, ശുഭകർമ്മങ്ങളിൽ പങ്കെടുക്കും, വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ശോഭിക്കാൻ സാധിക്കും, എതിർപ്പുകളെ അതിജീവിക്കുവാൻ കഴിയും, പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല അവസരം വന്നു ചേരും, കലാകാരന്മാർക്ക് നല്ല അവസരം വന്നെത്തും, പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള തീരുമാനം ഉണ്ടാകുവാൻ ഇടയുണ്ട്, സ്കൂൾ, കോളേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സമയമാണ്, ദൈവാധീന കാര്യങ്ങളിൽ പങ്കെടുക്കും, പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും, യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം, സ്വഭാവദൂഷ്യം മുതലായ ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരും, ബിസിനസ് ആദായത്തിലെത്തിക്കുവാൻ സാധിക്കും, ജോലിയിൽ ഓവർ ടൈമും മറ്റുമായി അധിക വേതനം ലഭിക്കും, പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങളിൽ നിന്നും കൂടുതൽ ലാഭം ലഭിക്കുവാൻ ഇടയുണ്ട്. രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും കാർത്തിക മാസമായതുകൊണ്ട് കാർത്തികേയന് പനിനീരഭിഷേകം, വേല് സമർപ്പണം, അതുപോലെ തന്നെ ഭഗവാനെ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി
ഭഗവത് നാമം എഴുതുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. മുരുക മുരുക എന്ന് 108 പ്രാവശ്യവും ദിവസവും എഴുതിയാൽ ഈ മാസം കാർത്തിക മാസത്തിൽ ഇവർക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കും. മാസം 1-ാം തീയതി തന്നെ കാർത്തികയിലാണ് തുടങ്ങുന്നത്. 28-ാം തീയതി വീണ്ടും കാർത്തിക വരുന്നത് കൊണ്ട് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക വളരെ വിശേഷമുള്ളത് കൊണ്ടും കാർത്തികേയനെയും അമ്മയെയും ഭദ്രകാളി അമ്മയെയും കാർത്യായനി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഗുണഫലങ്ങൾ നൽകും. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാർക്ക് സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പല രേഖകളും മോഷണം പോയതയോ കാണാതിരുന്നവയോ അല്ലെങ്കിൽ മറ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നവയോ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ ഉണ്ട്. വാഹനം, വാടക എന്നിനത്തിൽ ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു. വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങൾക്ക് പുറമെ മറ്റ് കലാകായിക രംഗത്തും ശോഭിക്കുവാൻ സാധിക്കും. അധ്യാപന ജോലിയിലുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരും. ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വിട്ടുവീഴ്ചകൾക്ക് അവർ തയ്യാറാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കും. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ചില പ്രവൃത്തികൾ അത് അല്പം ധനനഷ്ടത്തെയാണ് പ്രദാനം ചെയ്യുക. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അറിയിപ്പുകൾ ലഭിക്കും. ഉദ്യോഗത്തിൽ മേലധികാരികളിൽ നിന്നും ചില അപ്രീതി സംഭവിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നല്ലവണ്ണം എഴുതുവാൻ കഴിയുമെന്നുള്ള ആ വിശ്വാസം ചിലപ്പോൾ തെറ്റാനിടയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. സ്വർണം, ഭൂമി, വാടക തുടങ്ങിയ ബിസിനസ്സുകളിൽ നിന്ന് പുരോഗതി ഉണ്ടെങ്കിലും വാടക ഇനത്തിൽ കിട്ടുന്ന പണം പ്രയോജനപ്പെടാതെ പോകുന്നതാണ്. അതുകൊണ്ട് അത് കൃത്യമായി വിനിയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. പ്രവർത്തന രംഗത്ത് മറ്റുള്ളവരോട് അംഗീകാരം നേടിയെടുക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. വാഹനാദി ഗ്രഹോപകരണങ്ങൾക്ക് ലോൺ കിട്ടുകയും ദേവാലയ ദർശനം സാധ്യമാവുകയും ചെയ്യും. പൊതുവെ പറഞ്ഞാൽ വാർഷിക മാസം വളരെ അനുഗ്രഹം തരുന്ന ഒരു കാലമായിട്ടാണ് തോന്നുന്നത്. രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കാർത്തികേയകുമാരനെയും അതായത് സുബ്രഹ്മണ്യ സ്വാമിയെയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ മണ്ഡലകാലമായതുകൊണ്ട് അയ്യപ്പസ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് കണ്ടകശനിയുടെ ദോഷങ്ങൾ മാറുന്നതിന് വളരെ സഹായകമാകും. മിഥുനം രാശി മകയിരത്തിൻ്റെ അവസാന പാദവും തിരുവാതിരയും പുണർദൗത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യവസായങ്ങളോ വർക്ക്ഷോപ്പുകളോ ആരംഭിക്കുവാൻ ഇടയുണ്ട്. ഭക്ഷണ സാധനങ്ങൾ, കാറ്ററിംഗ് തുടങ്ങിയവയിൽ ബിസിനസ് ധനലാഭം ഉണ്ടാക്കും. വാഹനത്തിൻ്റെ പേരിൽ ധനവ്യയം വന്നു ചേരും. കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത അതിഥികൾ വീട്ടിൽ വന്നു ചേരും. ചിട്ടിയോ ലോട്ടറിയോ കിട്ടുവാൻ ഇടയുണ്ട്. ബിസിനസ്സിൽ ആദായം കുറയും. സൽക്കാരത്തിനും സാമൂഹിക അംഗീകാരത്തിനും വേണ്ടി ധനം ചിലവഴിക്കും. പൊതുവെ പറഞ്ഞാൽ മിഥുനം രാശിക്കാർക്ക് രാശിനാഥനായ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ധർമ്മശാസ്താവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുകയും കുടുംബത്തിലെ പിണക്കങ്ങൾ പരിഹരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യും. തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിന് മാറ്റമോ തടസ്സമോ ഉണ്ടാകാമെങ്കിലും അപ്രതീക്ഷിതമായ ബന്ധുക്കളുടെ ആഗമനം വീട്ടിൽ ഉണ്ടാകും. അതുവഴി അല്പം ധനനഷ്ടം വന്നിരുന്നാലും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. മനക്കോട്ടകൾ പലതും തകർന്നെന്നും വരാം. അതുകൊണ്ട് കുടുംബാന്തരീക്ഷം
നല്ലതായി വരുന്നതിനു വേണ്ടി ഗണപതി ഹോമം നടത്തുന്നതോ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വാദസംബന്ധമായ അസുഖങ്ങൾ ശരീരത്തെ ക്ലേശിപ്പിക്കും. ശരീരത്തിന് വല്ലാത്ത അസ്വാസ്ഥ്യങ്ങളും വേദനയും അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ശോഭിക്കാൻ കഴിയുമെങ്കിലും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മാർക്ക് ലഭിക്കില്ല. നന്നായി പരീക്ഷ എഴുതിയാലും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നതിനായി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ഉദ്യോഗത്തിൽ പ്രമോഷനോ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ലഭിക്കുമെങ്കിലും അതുവഴി പ്രതീക്ഷിക്കുന്ന മാനസിക സംതൃപ്തി ലഭിക്കണമെന്നില്ല. അവിടെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ആ ജോലിയിൽ തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യവും വന്നു ചേരാം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി സുബ്രഹ്മണ്യസ്വാമിക്ക് പനിനീരഭിഷേകം കൂടി കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഗുരുതരമല്ലാതെ മാറുന്നതാണ്. ഔദ്യോഗരംഗത്തെ പ്രശസ്തിയും നേട്ടവും ഉണ്ടാകുന്നതിനായി സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. കാർത്തിക നാളിൽ ഭഗവാന് പനിനീരഭിഷേകം കഴിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതും വളരെ നന്നായിരിക്കും. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും കൂടുതൽ വരുമാനം, സർക്കാരിൽ നിന്നും ധനസഹായം, സന്താനങ്ങളുടെ കാര്യത്തിൽ അമിതമായ ഉത്കണ്ഠ, ഇതൊക്കെ മൂലം മാനസിക പ്രശ്നങ്ങളും വരുവാനുള്ള യോഗം കാണുന്നു. കിട്ടാനുള്ള പണം കിട്ടുമോ എന്നുള്ള ആശങ്കയും, സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്ന പൈസ യഥാസമയം കിട്ടുമോ എന്നുള്ള ആശങ്ക മനസ്സിനെ വല്ലാതെ തളർത്താം. എപ്പോഴും മനസ്സാന്നിധ്യം വിടാതെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. സാങ്കേതിക സ്ഥാപനങ്ങളിൽ ജോലി ലാഭവും IT മേഖലകളിലൊക്കെ ജോലി ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. സർക്കാർ സഹായത്താൽ ഗൃഹനിർമ്മാണം വരുമെങ്കിലും അപഖ്യാതി വരാതെ സൂക്ഷിക്കണം. ഔദ്യോഗിക രംഗത്ത് യാത്രകൾ ആവശ്യമായി വരും. ബിസിനസ്സിൽ കൂടുതൽ ആദായം പ്രതീക്ഷിച്ച് മുതൽ മുടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. ധനനഷ്ടം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും. വിദ്യാർത്ഥികൾക്ക് ഈശ്വരാധീനം കൂടി ഉണ്ടായാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരീക്ഷകളിൽ ശോഭിക്കുവാൻ കഴിയും. കലാപരമായും കാർഷികപരമായും തൊഴിലിൽ അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും ശോഭിക്കുന്നതിനായി മൂകാംബികാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ചിങ്ങക്കൂറ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടിവരും. കർഷകർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടിയെന്നു വരില്ല. വിദ്യാർത്ഥികൾക്ക് പഠനഭാരം അനുഭവപ്പെടും. സന്താനങ്ങളെ പിരിഞ്ഞു നിൽക്കേണ്ട സന്ദർഭം ഉണ്ടാകുവാനിടയുണ്ട്. IT മേഖലയിലും സാങ്കേതിക രംഗത്തും തൊഴിൽ സാധ്യത, ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ തുടങ്ങിയ സാധ്യതകൾ വന്നു ചേരാം. പിണങ്ങി നിന്ന ദമ്പതികൾ രമ്യതയിൽ എത്തിച്ചേരും. സ്ത്രീകൾക്ക് ഔദ്യോഗിക രംഗത്തെ പ്രശസ്തി ലഭിക്കുവാൻ ഇടയുണ്ട്. തനിക്കോ വേണ്ടപ്പെട്ടവർക്കോ ആശുപത്രിവാസത്തിനിടയുണ്ട്. ധനസമ്പാദനത്തിനോ പണയ സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളിലും വേണ്ടത്ര ഫലം കണ്ടു എന്ന് വരില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവർ കയർത്ത് സംസാരിക്കുകയും അവരുടെ അപ്രീതിക്ക് പാത്രമാവുകയും ചെയ്യും. സിനിമ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടിന് അല്പം നിവൃത്തിയുണ്ടാകുമെന്നേ ഉള്ളൂ. പൊതുരംഗത്ത് സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും അതുവഴി അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുകയും ചെയ്യും. അധ്യാപക ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവരുദ്ദേശിച്ച കാര്യം നടക്കുവാനുള്ള യോഗം കാണുന്നു. രാശിനാഥനായ ആദിത്യ ഭഗവാനെ നിത്യം പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളിക്ക് വഴിപാട് കഴിക്കുന്നതും
സുബ്രഹ്മണ്യസ്വാമിയെയും ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നതും കണ്ടകശനി പോലെയുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു മാറുന്നതിന് സഹായകമാകും. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ അവസാനം 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. കാർഷിക രംഗത്തെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടി വരും. കലാപ്രവർത്തനങ്ങളിൽ നിന്നും ധനലാഭമുണ്ടാകും. അലങ്കാര വസ്തുക്കളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് ജോലിഭാരം വർദ്ധിക്കും. ആരോഗ്യകരമായി അല്പം ശ്രദ്ധ വേണ്ട സമയമാണ്. രാശിയിൽ തന്നെ കേതു നിൽക്കുന്നതിനാൽ ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു കാരണവുമില്ലാതെ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് രാശിനാഥയായ മൂകാംബികെ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി ഗുണഫലങ്ങൾ വർദ്ധിക്കും. സ്ഥിര വരുമാനത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. സാമൂഹിക സേവനത്തിന് പ്രശംസയും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. കുടുംബത്തിൽ സൗഹൃദ സംഭാഷണങ്ങളും ആഹ്ലാദ അന്തരീക്ഷവും നിലനിൽക്കും. ബന്ധുക്കളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ബന്ധുബലം കൂടുന്ന ഈ സമയത്ത് പൂജകളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും അയ്യപ്പൻ പാട്ട്, അതുപോലെ തന്നെ ശാസ്താംപാട്ട്, അതുപോലെ തന്നെ അഖണ്ഡനാമ ജപത്തിലൊക്കെ പങ്കെടുക്കുന്നത് നന്മകൾ പ്രദാനം ചെയ്യും. ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്ന തുലാം രാശി അല്ലെങ്കിൽ തുലാക്കൂറിൻ്റെ ഫലങ്ങൾ. കുടുംബാംഗങ്ങളോടൊത്ത് യാത്രകൾ ചെയ്യും. കൃഷിയിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകാം. സ്ഥാപനത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാവുകയും അച്ചടക്കബോധം വരുത്തുവാനായി പ്രത്യേക നടപടികൾ എടുക്കുകയും ചെയ്യും. വരുമാനത്തിൽ അല്പം വർധനയുണ്ടാവും. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും. സന്താനങ്ങളുടെ ജീവിത അഭിവൃദ്ധിക്കായി അവരുടെ കാര്യത്തിൽ അല്പം ഉത്കണ്ഠ വർദ്ധിക്കും. എഴുത്തുകാർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും. കലാരംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. പൊതുരംഗങ്ങളിൽ നേതൃസ്ഥാനം ലഭിച്ചെന്നും വരാം. സ്വസ്ഥത കൈവരും. വാക്പാരുഷ്യങ്ങളും ഉണ്ടാവും. കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറയും. ഗുരുജനങ്ങളുടെ അപ്രീതി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അല്പം മനസംയമനത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അപവാദവും അപമാനവും എല്ലാം ഒഴിച്ചുകൂട്ടാം. സുബ്രഹ്മണ്യസ്വാമിയെയും ശ്രീധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാവിധ കഷ്ടതകളും മാറിക്കിട്ടും. സർക്കാരിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കും. സ്വർണ വ്യാപാരികൾ, ജോലിക്കാർ തുടങ്ങിയവർക്ക് അനുകൂല സമയമാണ്. കുടുംബയോഗങ്ങളുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പൊതുവെ പറഞ്ഞാൽ തുലാരാശിക്കാർക്ക് അല്പം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ശ്രീധർമ്മശാസ്താവിനെയും രാശിനാഥയായ മഹാലക്ഷ്മിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രം വരുന്ന വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. വിദേശയാത്രയ്ക്ക് തയ്യാറാകുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കേസോ ഭൂമി സംബന്ധമായ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ജോലിസ്ഥലത്ത് ചില വിഷമങ്ങൾക്ക്, നിയമപ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. എന്തെങ്കിലും മെമ്മോ കിട്ടുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് വളരെ കാര്യബോധത്തോടുകൂടി കൃത്യനിർവഹണം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഔദ്യോഗിക രംഗത്തെ പുതിയ ചുമതല ലഭിച്ചേക്കാം. വ്യാപാര വ്യവസായങ്ങളിൽ പുരോഗതി ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ശോഭിക്കാൻ കഴിയും.
ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുകയും അത് നന്നായി ചെയ്തു തീർക്കുവാൻ പറ്റാതെ വരികയും ചെയ്യുന്നതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ അവരുടെ സംരംഭങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക. ബിസിനസ് വിപുലീകരണത്തിന് പലതരത്തിലുള്ള സാധ്യതകൾ വന്നു ചേരും. അതിനുള്ള എളുപ്പവഴികൾ കണ്ടെത്തി കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുവാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും. മുരുകക്ഷേത്രത്തിൽ പനിനീരഭിഷേകവും ധർമ്മശാസ്താവിന് നെയ്വിളക്കും തെളിച്ച് പ്രാർത്ഥനകൾ കൂടുതൽ ഭംഗിയാക്കുക. സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സിനിമ, TV കലാകാരന്മാർക്ക് പുതിയ പ്രോജക്റ്റുകളിൽ നിന്നും ധനലാഭം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അലസതയുണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചനയ്ക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. വാഹനം, ഗ്രഹോപകരണം എന്നിവയ്ക്ക് പണച്ചിലവ് വരാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും തടസ്സപ്പെടാം. പൊതുവെ കണ്ടകശനി കാലമായതുകൊണ്ട് ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും അയ്യപ്പൻപാട്ട് നടത്തുന്നതും ശരണം വിളിക്കുന്നതും മണ്ഡലവ്രതം എടുക്കുന്നതും ഗുണഫലം നൽകും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് വിദേശയാത്രയുടെ തടസ്സം മാറും. ട്രെയിനിങ്ങോടുകൂടി ജോലിക്ക് ചേരുവാൻ സാധ്യതയുണ്ട്. ജോലിക്കാർക്ക് പ്രമോഷനും സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളിൽ ചിലരുമായി വാക്പാരുഷ്യത്തിന് സാധ്യത കാണുന്നു. കാർഷിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. ജാമ്യം നിൽക്കുന്നതിനും മധ്യസ്ഥ നിൽക്കുന്നതിനും അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പിന്നീട് പ്രതിസന്ധികൾ വരുത്തിവെക്കാം. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ജാമ്യം പേപ്പറുകളിലൊക്കെ ഒപ്പിടുന്നത് നന്നായിരിക്കും. ജോലി സംബന്ധമായി ചില ബുദ്ധിമുട്ടുകൾ വരുവാനിടയുണ്ട്. രോഗാദി ക്ലേശങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടും. തോട്ടം, കൃഷി, മലഞ്ചരക്ക് വ്യാപാരം തുടങ്ങിയവയിൽ നിന്നും മെച്ചപ്പെട്ട ആദായം ലഭിക്കും. സന്താനങ്ങളിൽ നിന്നും സഹായ ഗുണങ്ങൾ ലഭിക്കും. പൊതുരംഗത്തുള്ളവർക്ക് നേതൃസ്ഥാനത്തേക്ക് ഉയർച്ച വരുന്നതിനെ യോഗം കാണുന്നു. ബിസിനസ്സിൽ നവീകരണവും അഭിവൃദ്ധിയും ഉണ്ടാകാം. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. ക്രയവിക്രയങ്ങളിൽ നിന്ന് ലാഭം അല്പം കുറയുമെങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ട് ധനനഷ്ടം ഒഴിവാകാം. തൽക്കാല ആവശ്യങ്ങൾക്കായി ആഭരണാദി വസ്തുക്കൾ പണയപ്പെടുത്തുകയും പിന്നീട് പണം വരുന്നതിനനുസരിച്ച് അത് എടുക്കുന്നതിനും സാധിക്കും. ആദായ മാർഗങ്ങളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം. കാർഷിക വിഭവങ്ങളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹം നിർമ്മിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തും. ഉദ്യോഗത്തിൽ മേലധികാരികൾ വിശദീകരണം ചോദിച്ച് നോട്ടീസ് അയക്കുവാനിടയുണ്ട്. രാശ്യാധിപനായ മഹാവിഷ്ണുവിനെയും ധർമ്മശാസ്താവിനെയും കാർത്തികേയനെയും പ്രാർത്ഥിക്കുന്നത് എല്ലാ നന്മകളും ലഭിക്കുന്നതിന് കാരണമാകും. മകരം രാശി. ഉത്രാടത്തിന്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം. അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് കൂടുതൽ നിയന്ത്രണാധികാരം കിട്ടും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകും. ദോഷാനുഭവങ്ങളെ കൊണ്ട് മനസ്വസ്ഥത കുറഞ്ഞിരിക്കുന്നവർക്ക് അല്പം ആശ്വാസത്തിനുള്ള വക ഈ മാസം ലഭിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് അനുകൂലമായ കാലഘട്ടം വന്നു ചേരും. ജോലിയിൽ പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കും. കാർഷിക വിഭവങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകും. പ്രതീക്ഷിച്ചിരുന്ന ധനം വന്നു ചേരും. നിയമ വ്യവഹാരങ്ങളിൽ കഴിയുന്നവർക്ക് കോടതി വിധി അനുകൂലമാകില്ല. അതുകൊണ്ട് അല്പം മനപ്രയാസം വരാമെങ്കിലും രാശിനാഥനായ ശ്രീധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കുവാൻ സാധിക്കും.
സ്വർണം, ഔഷധം മുതലായവയുമായി ബന്ധപ്പെട്ടവർക്ക് ധനലാഭത്തിനിടയുണ്ട്. ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വാങ്ങും. സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാനാകും. ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള സഹായം ലഭിക്കും. കാർഷിക രംഗത്തെ അഭിവൃദ്ധി ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ വിഷമതകൾ മനോദുഃഖം വരുത്തുമെങ്കിലും യാത്രയിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ എല്ലാവിധത്തിലുള്ള മനോവിഷമങ്ങളെയും മാറ്റും. അതുകൊണ്ട് തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുന്നത്, ആത്മീയ യാത്രകൾ, അതുപോലെ തന്നെ അയ്യപ്പൻപാട്ട്, ശാസ്താംപാട്ട് തുടങ്ങിയ അഖണ്ഡനാമജപമൊക്കെ മനസ്സിന് വളരെ ഉന്മേഷവും ഒരു സംതൃപ്തിയും നൽകും. കാർത്തികേയകുമാരനെ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുമ്പോൾ എല്ലാ ദോഷങ്ങളും പൂർണ്ണമായും മാറിക്കിട്ടും. കുംഭം രാശി. അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രം. ആഭരണാദി അലങ്കാര വസ്തുക്കൾ, യന്ത്രാദി ഉപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് ധനവരുമാനത്തിനുള്ള സാധ്യത വന്നു ചേരുന്നു. ബന്ധു സൗഹൃദവും സമാഗമവും ഉണ്ടാവും. പിരിഞ്ഞു നിന്നവർ ഒരുമിക്കുന്നതിനുള്ള കുടുംബത്തിലെ അയ്യപ്പൻപാട്ടോ അയ്യപ്പൻ വിളക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല മംഗള അനുഭവങ്ങളോ ഉണ്ടാകും. ആ രംഗത്തും കൂടുതൽ ധീരതയും പ്രവർത്തനക്ഷമതയും കാണിക്കും. ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ നടപ്പിലാകും. കരാർ ജോലിയുമായി ബന്ധപ്പെട്ട് ധനലാഭത്തിനിടയുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടും. ക്രയവിക്രയങ്ങളിൽ നിന്ന് ധനവരുമാനമുണ്ടാകും. വസ്ത്ര ഉപഹാരങ്ങൾ സമ്പാദിക്കുവാനിടയുണ്ട്. ബന്ധുക്കളെ സന്ദർശിച്ച് സന്തോഷം പങ്കുവയ്ക്കും. കലാരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും ധനലാഭവും പ്രതീക്ഷിക്കാം. പുനരാരംഭിച്ച കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. സഹായിക്കേണ്ടവർ സഹായത്തിനായി നിൽക്കും. സഹകരണം പ്രതീക്ഷിക്കാം. ഔദ്യോഗിക രംഗത്ത് അധികാരം ലഭിക്കും. പൊതുവെ പറഞ്ഞാൽ കുംഭൻ രാശിക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുകയും രാശിനാഥനായ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും കാർത്തികേയനെ പ്രാർത്ഥിക്കുന്നതും അമ്മയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും നെയ്ദീപം തെളിക്കുന്നതും അഖണ്ഡനാമ ജപത്തിലും അതുപോലെ തന്നെ ശാസ്താവിനെ എള്ള് പായസം വയ്ക്കുന്നതിന് ശാസ്താ ഗായത്രി ജപിക്കുന്നതൊക്കെ എല്ലാ നന്മകളും വർദ്ധിക്കുന്നതിന് സഹായകമാകും. മീനം രാശി. പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന 2.25 നക്ഷത്രം. ഔദ്യോഗിക രംഗത്ത് അംഗീകാരം വർദ്ധിക്കും. അതായത് എല്ലാവരാലും പ്രശസ്തി ഉണ്ടാകും. അതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുമൊത്ത് വിനോദയാത്രയ്ക്ക് പോകുവാനുള്ള സാഹചര്യമുണ്ട്. സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്നുള്ള ധനസഹായം ലഭിക്കും. വിരോധികളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടായാലും അതൊന്നും കാര്യമാക്കാതെ മനസംയമനത്തോടെ പ്രവർത്തിക്കുന്നത് മൂലം എല്ലാം ഈസിയായിട്ട് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. മനപ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ പ്രാർത്ഥനകൾ സഹായിക്കും. ആദായകരമല്ലാത്ത തൊഴിലോ ബിസിനസ്സോ വേണ്ടെന്ന് വയ്ക്കുവാൻ ശ്രമിക്കും. ജീവിത പങ്കാളിയുടെ നിലപാടുകൾ അല്പസ്വല്പം മാറ്റങ്ങൾ വരാം. അനിഷ്ടങ്ങളെല്ലാം ഒഴിവാക്കി കൂടുതൽ പ്രണയഭാവത്തിലേക്ക്, ഇണയുടെ പ്രണയ സ്വഭാവത്തിലേക്ക് വന്നു ചേരുമ്പോൾ ജീവിതം കൂടുതൽ മധുരമുള്ളതായി തീരും. കാർഷിക രംഗത്ത് ആദായം വർദ്ധിക്കും. വൈദ്യശാസ്ത്ര രംഗത്തും ദൃശ്യമാധ്യമ രംഗത്തും ശോഭിക്കുവാൻ കഴിയും. ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ സാധിക്കും. കാർഷിക മേഖലയിൽ നൂതന വിദ്യകൾ അവലംബിച്ച് ആദായ വർധനവിന് ശ്രമം നടത്തും. ബിസിനസ്സിലും ഇതര മേഖലകളിലും പണിയെടുക്കുന്നവർക്ക് വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരാം. എന്നിരുന്നാലും എല്ലാം ധർമ്മശാസ്താവിനെ മനസ്സിൽ വിചാരിച്ച് സംയമനത്തോടെ പ്രവർത്തിക്കുന്നത് മൂലം എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും.
വീട് പുതുക്കി പണിയുന്നതിനോ മെയിൻ്റനൻസ് നടത്തുന്നതിനോ ഉള്ള സാധ്യത വന്നു ചേരും. ഇഷ്ടബന്ധുവിൻ്റെ വേർപാടിൽ അല്പം മനപ്രയാസമുണ്ടാകാമെങ്കിലും മനസ്സറിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാം അല്പസമയത്തിനുള്ളിൽ ശാന്തമാകും. കലാരംഗത്തുള്ളവർക്കും പുതിയ പ്രോജക്റ്റുകൾ നേട്ടമാകുന്നതാണ്. അധ്യാപകർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമെങ്കിലും അതുകൊണ്ട് തന്നെ അധ്യാപകർ അവരുടെ നിയന്ത്രണ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ സമർപ്പിക്കുകയും പരിശീലന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. ഔദ്യോഗിക രംഗത്ത് പലതരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാകും. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കുന്നതിന് സാധിക്കും. പൊതുവെ പറഞ്ഞാൽ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം കാർത്തികേയനെ പ്രാർത്ഥിക്കുന്നത് മൂലവും അമ്മയുടെ അനുഗ്രഹം മൂലവും ധർമ്മശാസ്താവിൻ്റെ പൂർണ്ണമായ അനുഗ്രഹത്തോടുകൂടി ശബരിമലയിൽ ദർശനം നടത്തുന്നതിന്, മണ്ഡലവ്രതം ഭംഗിയായി എടുക്കുന്നതിന്, എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിക്കുന്നതിനും ശ്രമിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തീരും. പൊതുവെ പറഞ്ഞാൽ 27 നക്ഷത്രക്കാർക്കും ഈ വൃശ്ചിക മാസം ഏറ്റവും നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നുള്ള ഒരു വിശ്വാസത്താൽ മണ്ഡലവ്രതം കൃത്യമായി ആചരിക്കുവാൻ എല്ലാവരും ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.